നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 9 ഞായറാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ലണ്ടനിൽ നിർമ്മിക്കാനൊരുങ്ങുന്ന ചൈനയുടെ മെഗാ എംബസിക്കെതിരെ പ്രതിഷേധം ശക്തം. നഗരത്തിന്റെ നടുക്കായി 5 ഏക്കർ സ്ഥലമാണ് ചൈനീസ് എംബസിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തി നൂറുകണക്കിന് ആളുകൾ ഇന്നലെ നഗരത്തിൽ തടിച്ചുകൂടി. ലണ്ടൻ ടവറിന് സമീപമുള്ള റോയൽ മിന്റ് കോർട്ടിന് പുറത്ത് 1000-ലധികം ആളുകൾ ഒത്തുകൂടി. അധിക്ഷേപകരമായ സന്ദേശങ്ങൾ അയച്ചെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ആരോഗ്യമന്ത്രി ആൻഡ്രൂ ഡ്യൂവിനെ പുറത്താക്കി. തന്റെ പദവിക്ക് യോജിക്കാത്ത രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മന്ത്രിക്കെതിരായ നടപടി. കൂടാതെ ഇദ്ദേഹത്തെ ലേബർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി KS സ്റ്റാമർ പറഞ്ഞു. വംശീയ വിദ്വേഷം നിറഞ്ഞ കമന്റുകൾ ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതായി കണ്ടെത്തിയിരുന്നു. വീട് വാങ്ങൽ പ്രക്രിയ വേഗത്തിലാക്കുവാൻ പ്രോപ്പർട്ടി ഡാറ്റ ഡിജിറ്റലൈസ് ചെയ്യാൻ മന്ത്രാലയം. സങ്കീർണമായ പ്രക്രിയ ആധുനികവൽക്കരിക്കുന്നത് വഴി സമയലാഭം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കക്ഷികൾക്കിടയിൽ വേഗത്തിൽ വിവര കൈമാറ്റം സാധ്യമാക്കുവാനും പ്രൊജക്ട് ലക്ഷ്യമിടുന്നു. 3 മാസത്തിനുള്ളിൽ ഡാറ്റ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാനാണ് തീരുമാനം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ഉദ്യോഗസ്ഥർക്ക് ഉപരോധം ഏർപ്പെടുത്താൻ UKക്ക് പദ്ധതിയില്ലെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്കയുടെ തീരുമാനം അവരുടെ മാത്രം നിലപാടാണെന്നും അത് തങ്ങളെ ബാധിക്കുന്നവ അല്ലെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വക്താവ് വ്യക്തമാക്കി. ICCയുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാൻകൂവറിൽ നടന്ന ഇൻവിക്ടസ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഹാരി രാജകുമാരനും ഭാര്യ മേഘനും പങ്കെടുത്തു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബുദ്ധിമുട്ടുകളുടെയും വിഭജനത്തിന്റെയും നിമിഷങ്ങളാണ് ഉള്ളതെന്നും അതിനെ മറികടക്കണമെന്നും രാജകുമാരൻ മത്സരാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. ഇൻവിക്ടസ് ഗെയിംസിന്റെ 7ാം പതിപ്പാണ് ഈ വർഷം. പരിക്കേറ്റ സൈനിക വിമുക്ത ഭടന്മാർക്കായി 2014 ലണ്ടനിലാണ് ഹാരി രാജകുമാരൻ ഇൻവിക്ടസ് ഗെയിംസ് സ്ഥാപിച്ചത്. 11 വ്യത്യസ്ത ഇനങ്ങളിലായി 500-ലധികം അത്ലറ്റുകളാണ് ഗെയിംസിൽ മത്സരിക്കുന്നത്. ഹോളിവുഡ് സീരീസ് ഉൾപ്പെടെയുള്ള നെറ്റ്ഫ്ലിക്സ് ഷോകളിലൂടെ പ്രശസ്തനായ നടൻ കാലിൻ കെയറിന്റെ മാതാപിതാക്കളെ ഫ്രാൻസിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സ്കോട്ടിഷ് ദമ്പതികളായ ഡോൺ സെയിൽ, ആൻഡ്രൂ സെയിൽ എന്നിവരെയാണ് ഫ്രാൻസിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും പോലീസ് അറിയിച്ചു. 10 വർഷം മുമ്പാണ് ഇരുവരും സ്കോട്ട്ലാൻഡിൽ നിന്ന് ഫ്രാൻസിലേക്ക് മാറി താമസിച്ചത്. ഐൽ ഓഫ് ലൂയിസിൽ ബാൻഡിടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. 32-കാരിയായ ജോഡി മിഷേലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മിഷേലിനെ സ്റ്റോർനോവയിലെ വെസ്റ്റേൺ ഐൽസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും അല്പസമയത്തിനകം മരണപ്പെട്ടു. CCTV ദൃശ്യങ്ങളും ഡാഷ് ക്യാമുകളും പരിശോധിക്കുകയാണെന്നും സംഭവത്തെക്കുറിച്ച് അറിയുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പരിശോധനയുടെ ഭാഗമായി മണിക്കൂറുകളോളം റോഡ് അടച്ചിട്ടിരുന്നു. ഇന്ത്യ-ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ബരാബതി സ്റ്റേഡിയത്തിൽ നടക്കും. നാഗ്പൂരിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ 4 വിക്കറ്റിന് വിജയിച്ച് 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ 1-0 മുന്നിലെത്തിയിരുന്നു. കാൽമുട്ടിലെ വേദന മൂലം കളിക്കാതിരുന്ന വിരാട് കോഹ്ലി ഇന്നിറങ്ങും. പകരക്കാരനായ ശ്രേയസ് അയ്യർ കളിക്കാനിടയില്ല. ബരാബതി സ്റ്റേഡിയത്തിൽ ഇന്ത്യ കളിച്ച 17 മത്സരങ്ങളിൽ 13 വിജയിച്ചിട്ടുണ്ട്. BJP ചരിത്ര വിജയം നേടിയ ഡൽഹിയിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചർച്ചകൾ സജീവമായി. സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവെ അടക്കം 1/2 ഡസനോളം പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവയ്ക്ക് സമാനമായി അപ്രതീക്ഷിത മുഖ്യമന്ത്രി ഡൽഹിയിലും ഉണ്ടാകുമോ എന്നും പ്രതീക്ഷ ഉയരുന്നുണ്ട്. ഡൽഹി നിയമസഭാ
തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഇന്ത്യ സഖ്യ പാർട്ടികളെ വിമർശിച്ച് CPI ജനറൽ സെക്രട്ടറി D. രാജ. ഇന്ത്യ സഖ്യത്തിനിടയിലെ ഐക്യമില്ലായ്മയാണ് തോൽവിക്ക് കാരണമെന്ന് രാജ പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ ശക്തിയെക്കുറിച്ച് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും രാജ ആവശ്യപ്പെട്ടു. പാലക്കാട് കുമ്പാടത്ത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ തർക്കത്തിൽ പരസ്പരം ആക്രമിച്ച ദമ്പതികളിൽ പരിക്കേറ്റ ഭാര്യ മരിച്ചു. 54 വയസ്സുള്ള ചന്ദ്രികയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5:30 സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഏറ്റെടുക്കലിലെ ആശയക്കുഴപ്പം നീങ്ങി. കോടതി ഉത്തരവ് പാലിച്ച് നഷ്ടപരിഹാരം നൽകി എസ്റ്റേറ്റ് ഏറ്റെടുക്കുവാൻ തീരുമാനമായി. എസ്റ്റേറ്റിന് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കും. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തിയാക്കും. CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. കുന്നംകുളത്താണ് ഇത്തവണ സമ്മേളനം നടക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 400ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.